ഹലോ, ചിഞ്ചസ് ഓഫ് ഫാമിലിക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ചെമ്പനിപ്പൂവിൻ്റെ എപ്പിസോഡ് ഇന്നലെ കഴിഞ്ഞത് രേവതിയും സച്ചി സംസാരിച്ചിരിക്കുന്നതാണല്ലോ. ഇന്നും അത് തന്നെയാണ് അവർ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. രേവതി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു തുള്ളി സ്നേഹവും മറ്റുള്ളവരോടൊന്നുമില്ല, എല്ലാം ചെയ്തു വെച്ചിട്ട് ഇവിടുന്ന് മദ്യപിക്കുകയാണോ? നിങ്ങൾക്ക് ആരെയും മനസ്സിലാക്കാനും സ്നേഹിക്കാനുമുള്ള മനസ്സൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് രേവതി വളരെ ദേഷ്യത്തോടെ സച്ചി കുടിക്കുന്ന മദ്യക്കുപ്പി വലിച്ചെറിയാണ് കേട്ടോ. അപ്പോഴേക്കും രേവതിയുടെ ഫോണിലേക്ക് ഒരു കോള് വന്നു. അത് രേവതിയുടെ അമ്മയുടെ ആയിരുന്നു. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, അതായത് ലക്ഷ്മി അമ്മ പറയുന്നുണ്ട്, മോളെ, നമ്മൾ കരുതുന്ന പോലെ ഒന്നുമല്ല സച്ചിമോൻ അത്രയ്ക്കും നല്ല സ്വഭാവമുള്ള ഒരാളാണ്. മോൻ ഇവിടെ വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കാണിക്കുന്നത് സച്ചി അവിടേക്ക് വരുന്നതാണ്. ഒരു ബക്കറ്റും പിടിച്ചാട്ടോ സച്ചി വരുന്നത്. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, വെള്ളം അമൂല്യമല്ലേ, വെള്ളം ഒരിക്കലും പാഴാക്കരുത്. ഇത് ഇവിടുത്തെ ബാത്റൂമിൽ ഞാനിവിടെ വന്നപ്പം വലിയൊരു ഓട്ട കണ്ടു ബക്കറ്റിന്, അപ്പോൾ അതുകൊണ്ട് ബക്കറ്റ് വാങ്ങിയതാണെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സച്ചി നേരെ മാഷിൻ്റെ വീട്ടിൽ പോവാണ്. എന്നിട്ട് മാഷിനോട് പറയാണ്, മാഷെ, ഞാൻ ചെയ്ത തെറ്റിന് എന്നോട് പകരം വീട്ടിയാൽ പോരെ, മാഷ് വേണമെങ്കിൽ പോലീസിനെ വിളിച്ചോ, ഞാൻ ജയിലിൽ പോകാനും റെഡിയാണ്. പക്ഷേ ഈ പാവങ്ങളോട് ഒരിക്കലും മാഷ് ഇത് ചെയ്യരുത്. മാഷ് ഉണ്ടായിട്ടുള്ളൂ ഇവർക്ക് എല്ലാ ഘട്ടങ്ങളിലും, മാഷ് ഇങ്ങനെ ചെയ്യരുത്. ഞാൻ മാഷിനോട് അങ്ങേയറ്റം മാപ്പ് പറയുകയാണ്, പക്ഷെ ഒരിക്കലും മാഷ് ഇവരെ ഇറക്കി വിടരുത് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. ഞാൻ ജയിലിൽ പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ട് മാഷിൻ്റെ മനസ്സലിയാട്ടോ. മാഷ് പറയുന്നുണ്ട്, പ്രായശ്ചിത്തമായിട്ട് അവൻ വന്ന് മാപ്പ് പറഞ്ഞല്ലോ, അത് മതി, ഇനി നിങ്ങൾ വീട് ഒഴിയണ്ട എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ലക്ഷ്മി രേവതിയോട് വിളിച്ചു പറയട്ടോ. ഇതൊക്കെ കേട്ടപ്പോൾ രേവതിക്ക് അങ്ങ് ഭയങ്കര സങ്കടമായി. അങ്ങനെ ലക്ഷ്മി കോള് വെച്ചു. എന്നിട്ട് രേവതി പോയിട്ട് സച്ചിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വീട്ടിൽ പോയിരുന്നോ, അതെന്താ എന്നോട് പറയാതിരുന്നത് എന്ന്. അപ്പം സച്ചി പറയുന്നുണ്ട്, എങ്ങനെ പറയാനൊരു സമയം തരണ്ടേ, എങ്കിലല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ ഫുൾ ടൈം ഇങ്ങനെ മുഖം വീർപ്പിച്ച് നടന്നാൽ എന്തെങ്കിലും പറയാൻ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രേവതി പറയാണ്, സോറി എന്ന് പറയുന്നുണ്ട്. അപ്പം പറഞ്ഞ, സോറി പറഞ്ഞിട്ട് എന്ത് കാര്യം, എൻ്റെ കുപ്പി നീ തട്ടിക്കളഞ്ഞില്ലേ എന്ന് സച്ചി പറയാം. എന്നാൽ ഒരു കാര്യം ചെയ്യ്, എണീക്ക്, എന്നിട്ട് ആ കബോർഡ് തുറന്നത് നോക്ക് എന്ന് പറയുന്നുണ്ട് രേവതി. അങ്ങനെ സച്ചി കബോർഡ് തുറന്നപ്പോൾ അതാ ഒരു മദ്യക്കുപ്പി. അപ്പം രേവതിനോട് ചോദിക്കുന്നുണ്ട് സച്ചി, നീയും തുടങ്ങിയോ കള്ളി എന്ന് പറയുന്നുണ്ട്. അപ്പം രേവതി പറയുന്നുണ്ട്, ഞാൻ തുടങ്ങിയതൊന്നുമല്ല, അതിവിടെ വൃത്തിയാക്കിയപ്പോൾ എനിക്ക് കിട്ടിയതാണെന്ന്. പിന്നെ കാണിക്കുന്നത് രേവതി വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പം നമ്മുടെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, മോളെന്താ ഇങ്ങോട്ട് വന്നതെന്ന്. അപ്പം രേവതി പറയാം, എന്താ അമ്മ, എനിക്ക് ഇങ്ങോട്ട് വരാൻ പ്രത്യേക അനുവാദം എടുക്കണോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്, മോൻ വളരെ നല്ല ആളാണെന്നും ഒരിക്കലും അവനെ വേദനിപ്പിക്കരുത് എന്നും പറയുന്നുണ്ട്. അങ്ങനെ ദേവ് ചോദിക്കുന്നുണ്ട്, ഏച്ചി ഇന്നലെ ഏട്ടനുമായിട്ട് വഴക്കിട്ടോ എന്ന്. അപ്പം രേവതി പറയുന്നുണ്ട്, ഇല്ല, വഴക്കിടാൻ തുടങ്ങുമ്പോഴാണ് അമ്മ ഇതെല്ലാം വിളിച്ച് പറഞ്ഞത് എന്ന്. അപ്പോൾ പറയുന്നുണ്ട്, മോൻ ഒരിക്കലും വിഷമിപ്പിക്കരുത്, മോൻ അത്രയ്ക്ക് നല്ല ഒരു സ്വഭാവമുള്ള ഒരു മോനാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ രേവതി പറയാം, അമ്മേ ഒക്കെ ശരിയാ, പക്ഷേ എന്താണെന്ന് മനസ്സിലാവുന്നില്ല, പല സമയത്തും പല സ്വഭാവമാണ്, എങ്ങനെയാണ് അദ്ദേഹത്തിനെ എന്ന് എനിക്ക് മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദേവ് പറയുന്നുണ്ട്, അതൊക്കെ മനസ്സിലാവും ചേച്ചി, ആദ്യം നല്ല വൈഫാവുന്നതിന് മുമ്പേ നല്ലൊരു ഫ്രണ്ടായിട്ട് പെരുമാറ്, അപ്പം എല്ലാം മനസ്സിലാവും, ഏട്ടനെ സ്വഭാവമൊക്കെ മനസ്സിലാവും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രേവതി പറയാം, നീ കൊള്ളാലോ എന്ന് പറയുന്നതാണ് കേട്ടോ ഇന്നത്തെ ലാസ്റ്റ് അവസാനം. ഓക്കെ, ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ ബൈ.